ഇറാനിലോ പുറത്തേക്കോ ഇറാനിലേക്കോ പുറത്തേക്കോ ഉള്ള കപ്പൽ ഗതാഗതത്തിന് 10 മണി മുതൽ അല്പസമയം മുതൽ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തുകയാണ്. പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സേനാ വിഭാഗമായ US സെൻട്രൽ കമാൻഡ് ഇതിനുള്ള ഒരുക്കങ്ങൾ അത് പരമാവധി എത്തിച്ചു കഴിഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രഖ്യാപനത്തിന് അനുസൃതമായി അല്പം മുമ്പാണ് ട്രംപ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചത്. ഈ ഉപരോധം ആരംഭിക്കുകയാണ്. ഇറാൻ തുറമുഖങ്ങളിൽ പ്രവേശിക്കുന്നതോ അവിടെ നിന്ന് പുറപ്പെടുന്നതോ ആയ എല്ലാ രാജ്യങ്ങളുടെയും കപ്പലുകൾക്കാണ് ഈ ഉപരോധം ബാധകമായിരിക്കുക. ഒരു രാജ്യത്തിനും ഇതിൽ ഇളവുണ്ടാകില്ല എന്നും അമേരിക്ക മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എന്നാൽ ഇറാൻ ഇതര രാജ്യങ്ങളിലെ തുറമുഖങ്ങളിലേക്ക് ഹോർമുസ് കടലിടുക്ക് വഴി പോകുന്ന കപ്പലുകളെ തടയില്ല എന്നും ട്രംപ് പ്രഖ്യാപിച്ച പശ്ചാത്തലം നിർണായകമാണ്. നമുക്കറിയാം, ഇറാന്റെ പ്രധാന വരുമാന മാർഗമാണ് എണ്ണ. ആ എണ്ണയുമായി ബന്ധപ്പെട്ട് ഇറാന് ഉപരോധങ്ങൾ നിരവധിയുണ്ട്. പക്ഷേ ചില രാജ്യങ്ങളെങ്കിലും റഷ്യ അടക്കമുള്ള ചൈന അടക്കമുള്ള രാജ്യങ്ങൾ ഇറാന്റെ എണ്ണ വാങ്ങുന്നുണ്ട്. ഇന്ത്യയും ഇറാന്റെ എണ്ണയെ ആശ്രയിക്കുന്ന രാജ്യമാണ്. ഈ ചുരുക്കം രാജ്യങ്ങളിലേക്കുള്ള എണ്ണ കയറ്റുമതി കൂടി നിരോധിക്കുക, അതിൽ ഉപരോധം ഏർപ്പെടുത്തുക, അതുവഴി ഇറാനെ പൂർണ്ണമായും ഒരു പ്രതിരോധത്തിലാക്കുക എന്ന നടപടിയിലേക്കാണ് ഇപ്പോൾ ട്രംപ് പോകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ഹോർമുസിലെ ഇറാന്റെ നിയന്ത്രണത്തിന് ഇതിലൂടെ മറുപടി പറയുകയും ഇറാന്റെ എണ്ണ കയറ്റുമതി തടയുകയുമാണ് ലക്ഷ്യം വെക്കുന്നത്. ഇതിനോടുള്ള ഇറാന്റെ പ്രതികരണം കടുത്തതാണ്. അതിലേക്ക് വരാം. അതിനു മുൻപ് ട്രംപ് ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു. വാക്കുകളിലേക്ക് വരാം. ട്രംപിന്റെ വാക്കുകളിലേക്ക് വരാം. VR കാർത്തിക് വിവരങ്ങളുമായി ചേരുകയാണ്. കാർത്തിക്, ഇപ്പോൾ ഇതൊരു വല്ലാത്ത സാഹചര്യം സൃഷ്ടിക്കുകയാണ് ഹോർമുസിൽ എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാം, കുറഞ്ഞത് 2-3 പടക്കപ്പലുകളെങ്കിലും അമേരിക്കയുടെ ഹോർമുസിന്റെ പരിസരത്തുണ്ട്. ഇതിലേക്ക് എന്ത് തരത്തിലുള്ള ഉപരോധമാണ് ഇപ്പോൾ ഏർപ്പെടുത്താൻ ഒരുങ്ങുന്നത്? ഈ കപ്പലുകൾ, മറ്റു രാജ്യങ്ങളിലെ കപ്പലുകളെ അമേരിക്ക തടയുന്ന പശ്ചാത്തലം ഒരുക്കിയാൽ അത് വലിയ തോതിലുള്ള സംഘർഷങ്ങൾ കാരണമാകും. നാറ്റോ അടക്കമുള്ള രാജ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കും. ഇത്തരത്തിലുള്ള എല്ലാ നടപടികളും കണക്കാക്കിയാണോ ഇപ്പോൾ അമേരിക്ക മുന്നോട്ട് പോകുന്നത്? ഹോർമുസിൽ ഇറാനും അമേരിക്കയും നേർക്കുനേർ ഒരു ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്ന ആശങ്കയിലാണ് ഇപ്പോൾ ലോകം ഉള്ളത്. ഇസ്ലാമാബാദ് ചർച്ചകൾ പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് ട്രംപ് യുദ്ധമുഖത്ത് പുതിയ നീക്കം നടത്തുന്നത്. അത് ഹോർമുസ് ലക്ഷ്യമിട്ടാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. 2 ആഴ്ചത്തേക്കുള്ള വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നു എങ്കിലും ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ജലപാത ഇതുവരെ തുറന്നു കൊടുത്തിട്ടില്ല. സുഗമമായി അതുവഴി ജലഗതാഗതം സാധ്യമല്ല. എല്ലാം ഇറാന്റെ നിയന്ത്രണത്തിൽ തന്നെയാണ് തുടരുന്നത്. ഇറാന് ദിവസേന $2 മില്യൺ വരെ ടോൾ നൽകി ഹോർമുസിലൂടെ കടന്നു പോകുന്ന കപ്പൽ ടാങ്കറുകളുണ്ട്. ഈ കപ്പൽ ടാങ്കറുകൾ തടയും എന്നാണ് കഴിഞ്ഞ ദിവസം ട്രംപ് വ്യക്തമാക്കിയത്. ട്രംപിന്റെ നിർദ്ദേശാനുസരണം US നാവികസേന ഇതിനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു. പ്രാദേശിക സമയം 10 മണി മുതൽ, അതായത് ഇന്ത്യൻ സമയം 8:30 മുതൽ ഈ ഉപരോധം നിലവിൽ വരും എന്നാണ് ഇപ്പോൾ US സെൻട്രൽ കമാൻഡ് അറിയിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഉപരോധം നിലവിൽ വന്നാൽ ഇറാൻ തുറമുഖത്തേക്ക് പ്രവേശിക്കുന്നതും അവിടെ നിന്ന് എണ്ണ പുറത്തേക്ക് കടത്തുന്നതുമായ കപ്പലുകൾ US നാവികസേന തടയും. അത് വലിയ പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്യും. നിലവിലെ സാഹചര്യത്തിൽ അമേരിക്കയുടെ ഈ ഭീഷണി ശക്തമായി നേരിടും എന്ന് തന്നെയാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള സൈനിക നീക്കങ്ങൾക്ക് ഹോർമുസിൽ അമേരിക്ക മുതിർന്നാൽ അത് വെടിനിർത്തലായി കണക്കാക്കുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. മാത്രമല്ല, അതിനെ ശക്തമായ തന്നെ നേരിടുകയും ചെയ്യും. അതായത് നേരത്തെ തന്നെ പല ഘട്ടങ്ങളിലും ഹോർമുസ് കടലിടുക്കിൽ കടലിൻ്റെ അടിത്തട്ടിലുള്ള മൈനുകളെക്കുറിച്ച് ഇറാൻ വ്യക്തമാക്കിയിരുന്നു. അതായത് ഒരു പഴയ ടെക്നോളജിയാണ് മൈൻ ടെക്നോളജി എന്ന് പറയുന്നത്. അതായത് കടലിൻ്റെ അടിത്തട്ടിൽ മൈനുകൾ, അവ ഉഗ്രസ്ഫോടനത്തിന് ശേഷിയുള്ളവയുമാണ്. അത് എവിടെയൊക്കെയാണ് ഇറാൻ സ്ഥാപിച്ചിട്ടുള്ളത് എന്ന് ഇറാന് തന്നെ കൃത്യമായി ഇപ്പോൾ വിവരമില്ല. ഇങ്ങനെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് അക്കാര്യം ഇറാൻ തന്നെ സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് എന്നാണ് പല ഘട്ടങ്ങളിലായി നടന്ന ചർച്ചയിൽ ഈ മൈനുകളുമായി ബന്ധപ്പെട്ട ഇറാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞത്. ഇത് 14-ാം നൂറ്റാണ്ടിൽ ചൈനയൊക്കെ ഉപയോഗിച്ച സാങ്കേതിക വിദ്യയാണ്, ഒരു പഴയ ടെക്നോളജിയാണ്. അതുകൊണ്ട് തന്നെ അത്യാധുനിക സംവിധാനങ്ങൾ പോലെ നിക്ഷേപിച്ചത് എവിടെ എന്ന് പിന്നീട് കണ്ടെത്താൻ സാധ്യമല്ല. അത് പ്രയാസകരവുമാണ്. സ്വാഭാവികമായും പലതരത്തിലുള്ള മൈനുകളുണ്ട്. ഇങ്ങനെ 12 തരം മൈനുകൾ ഉണ്ടെന്നാണ് അന്താരാഷ്ട്ര രംഗത്തെ യുദ്ധവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ വീക്ഷിക്കുന്ന വിദഗ്ധർ പറയുന്നത്. എന്തായാലും ആ മുന്നറിയിപ്പാണ് ഇറാൻ അമേരിക്കയ്ക്ക് നൽകുന്നത്. അതായത് മരണച്ചുഴികൾ നിങ്ങളെ കാത്തിരിപ്പുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള സൈനിക നീക്കം അത് നടത്താൻ ഹോർമുസിൽ മുതിർന്നാൽ US-ന്റെ നാവിക പടക്കപ്പലുകൾ ഹോർമുസിലേക്ക് പുറപ്പെട്ടാൽ, ഉപരോധം ഏർപ്പെടുത്തിയാൽ അതിനെ അതേ നാണയത്തിൽ നേരിടും. മരണച്ചുഴിയാണ് കാത്തിരിക്കുന്നത് എന്നാണ് ഇറാൻ നൽകുന്ന മുന്നറിയിപ്പ്. മറ്റൊന്ന്,
ഹോർമൂസിൽ പുതിയ യുദ്ധതന്ത്രം അമേരിക്ക ഇപ്പോൾ നടപ്പാക്കുന്നതിൽ പലതരത്തിലുള്ള കാരണങ്ങളുമുണ്ട്. ദിവസേന $2 മില്യൺ ടോൾ നൽകി ഇറാന് പുറത്തേക്ക് കപ്പലുകൾ വരുന്നു. ഇത് ഇറാൻ സർക്കാരിനും അതോടൊപ്പം തന്നെ ഇറാൻ സൈന്യത്തിനും വലിയ തോതിലുള്ള ഒരു സാമ്പത്തിക സ്രോതസ്സായി മാറുന്നു. ആ സാമ്പത്തിക സ്രോതസ് ഇല്ലാതാക്കുക എന്നതാണ് അമേരിക്ക ലക്ഷ്യം വയ്ക്കുന്ന ഒന്നാമത്തെ തന്ത്രം. മറ്റൊന്ന്, ഈ ഹോർമൂസ് കടലിടുക്കിൽ നിന്ന് പുറത്തേക്ക് വരുന്ന എണ്ണ ടാങ്കറുകൾ ഭൂരിഭാഗവും മറ്റ് വിദേശ രാജ്യങ്ങളിലേക്കാണ് പോകുന്നത്. ഈ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന കപ്പലുകൾ തടയുമ്പോൾ ആ രാജ്യങ്ങൾക്കും സ്വാഭാവികമായും പ്രതിസന്ധി ഉണ്ടാകും. അങ്ങനെ ഇന്ത്യ അടക്കം ഉള്ള രാജ്യങ്ങൾക്ക് ആ പ്രതിസന്ധിയുടെ ചൈന, നമുക്കറിയാം ഇപ്പോൾ ഈ എണ്ണ വാങ്ങുന്നത്, ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് പ്രധാനമായും ചൈനയും റഷ്യയും ഇന്ത്യയുമാണ്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്കാണ് ഈ പ്രതിസന്ധി വലിയ തോതിൽ ബാധിക്കാൻ പോകുന്നത്. സ്വാഭാവികമായും ആ രാജ്യങ്ങളുടെ സമ്മർദ്ദം ഇറാനുമേൽ ഉണ്ടാവുകയും ചെയ്യും ഈ കരാറിലേക്ക് എത്താൻ എന്നുള്ള ലക്ഷ്യം കൂടി ട്രംപിനുണ്ട് എന്ന് വേണം കരുതാൻ. കാർത്തിക്, ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഭൂരിഭാഗം എണ്ണച്ചരക്ക് കപ്പലുകളും പോകുന്നത് ചൈന, ഇന്ത്യ, റഷ്യ അടക്കമുള്ള രാജ്യങ്ങളിലേക്കാണ്. ഈ രാജ്യങ്ങളാണ് ഇറാന്റെ ഓയിലിനെ ഏറെ ആശ്രയിക്കുന്നതും. ഈ യുദ്ധം ആരംഭിച്ചപ്പോൾ തന്നെ പല വിദഗ്ധരും ചൂണ്ടിക്കാട്ടിയത് പ്രത്യക്ഷത്തിൽ ഇറാനും US-ഉമാണ് നേർക്കുനേർ പോരാടുന്നത് എങ്കിൽ കൂടിയും അമേരിക്ക പരോക്ഷമായെങ്കിലും ലക്ഷ്യം വെക്കുന്നത് ചൈനയെ കൂടിയാണ്. ചൈനയെ വലിയ തോതിൽ ഇത് ബാധിക്കും എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ആ പശ്ചാത്തലത്തിൽ കൂടി വേണം ഇതിനെ കാണാൻ. അതായത് മറ്റ് രാജ്യങ്ങൾ ഇറാനുമേൽ സമ്മർദ്ദം ശക്തമാക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക. അങ്ങനെ ഒരു പാളിയ നയതന്ത്ര ചർച്ചകളിൽ ഹോർമൂസിന്റെ കാര്യത്തിലടക്കം ഇറാനെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് നിർബന്ധിതമാക്കുക. ഇതാണ് അമേരിക്ക ലക്ഷ്യം വയ്ക്കുന്ന നീക്കം. പക്ഷേ അത് എത്രത്തോളം ഫലം കാണും എന്ന് കണ്ടറിയണം. കാരണം ഇപ്പോൾ പുറത്തു വരുന്ന ഇറാന്റെ രാഷ്ട്രത്തലവന്മാരുടെ പ്രതികരണങ്ങൾ, ട്രംപിന്റെ വാക്കുകൾ ഒന്ന് കേൾക്കാം. ട്രംപ് ഈ വിഷയത്തിൽ ഉപരോധവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു. ട്രംപിന്റെ വാക്കുകളിലേക്ക്. Very good things are happening with regard to the Strait, Hormuz, and a lot of good things are happening for our country. It's been very strong. I would say it's holding well. Their military is destroyed. 10 o'clock tomorrow, we have a blockade going into effect. That'll be 10 o'clock tomorrow. Other nations are working so that Iran will not be able to sell oil. What we notice and what we see and what I think is maybe my idea, maybe not, I don't know. But there are many boats heading toward our country to fill up with oil and then go and take it. So they're not going to go through the Hormuz Strait. And ultimately that'll be correct. They are in very good shape and we're very proud of them, the two pilots. Yeah. പക്ഷേ ട്രംപിന്റെ ഈ ഭീഷണിക്ക് ഇറാൻ പുല്ലുവില കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം. ഈ കടലിടുക്കിലെ മരണച്ചുഴി നിങ്ങളെ കാത്തിരിക്കുന്നുവെന്നാണ് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് പറയുന്നത് എന്നുള്ളതാണ്. അതായത് പശ്ചിമേഷ്യയിൽ വലിയ തോതിലുള്ള സാഹചര്യം ഹോർമുസ് കടലിടുക്കിൽ അമേരിക്ക സൃഷ്ടിക്കാൻ പോകുമ്പോഴും തങ്ങളുടെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് ഹോർമുസ് എന്നാണ് ഇപ്പോൾ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് വിഭാഗം സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തമാക്കുന്നത്. അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ നമുക്കറിയാം കടലിടുക്കിൽ നിന്ന് മൈനുകളടക്കം നീക്കം ചെയ്യാൻ ആരംഭിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. ഈ ഒരു തരത്തിലും ഈ കാര്യങ്ങൾ അംഗീകരിക്കില്ല. വലിയ ജാഗ്രതയിൽ തങ്ങൾ തുടരുന്നു. ഏത് സൈനിക നീക്കത്തെയും നേരിടാൻ തയ്യാറാണ് എന്നും ശത്രുക്കൾക്ക് ഹോർമുസ് കടലിടുക്ക് ഒരു കെണിയായി മാറുമെന്നുമാണ് ഇറാന്റെ അവകാശവാദം ഉള്ളത് എന്നാണ് മനസ്സിലാകുന്നത്. ഉപരോധം ഏർപ്പെടുത്താനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകൾക്ക് പിന്നാലെയാണ് കടുത്ത പ്രത്യാക്രമണ ഭീഷണിയുമായി ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് രംഗത്ത് വരുന്നത്. ഏത് തെറ്റായ നീക്കവും അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടായാൽ അത് ശത്രുക്കളെ കടലിടുക്കിലെ മരണച്ചുഴിയിൽ അകപ്പെടുത്തുമെന്നാണ് ഇറാൻ സൈന്യത്തിന്റെ മുന്നറിയിപ്പ്. മേഖലയിൽ സംഘർഷം അതിൻ്റെ വലിയ തോതിൽ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ പ്രകോപനപരമായ പ്രതികരണം. നമുക്കറിയാം പലപ്പോഴും അമേരിക്കയുടെ ഇത്തരം പല ഭീഷണികളെയും ഇറാൻ ഈ തരത്തിൽ തന്നെയാണ് നേരിട്ടിട്ടുള്ളത്. ഒരു തരത്തിലും വഴങ്ങാൻ തയ്യാറായിട്ടില്ല. പക്ഷേ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ അമേരിക്കയുടെ പുതിയ ഭീഷണി, നിയന്ത്രണമടക്കമുള്ള ഉപരോധമടക്കമുള്ള കാര്യങ്ങളിൽ ഒട്ടും വിട്ടുവീഴ്ചയ്ക്കില്ല എന്നുള്ളതാണ്. ഇത് യുദ്ധസമാനമായ സാഹചര്യം ഹോർമുസിൽ കൂടി സൃഷ്ടിക്കുകയാണല്ലോ കാർത്തിക്. നേരത്തെ നമുക്കറിയാം ട്രംപിന്റെ പല ഭീഷണികളും വഴങ്ങാതിരുന്ന ഇറാൻ ഭീഷണികളിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടി വന്ന ട്രംപിനെ നമ്മൾ കണ്ടു. ഇപ്പോൾ വീണ്ടും ഏറ്റവും പുതിയ ഉപരോധത്തിനും ഇറാന്റെ മറുപടി തങ്ങൾ നേരിടുമെന്ന് തന്നെയാണ്. ഹോർമുസ് ആണ് ഇറാന്റെ പക്കലുള്ള തുറുപ്പുചീട്ട്. ആദ്യഘട്ടം മുതൽ നേർക്കുനേർ യുദ്ധത്തിൽ ഹോർമൂസിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള യുദ്ധതന്ത്രങ്ങളാണ് ഇറാൻ മെനഞ്ഞതും. അതിലാണ് അമേരിക്ക ഒരു പരിധിവരെയെങ്കിലും പ്രതിരോധത്തിലായതും. എന്തായാലും ഇപ്പോൾ ഇറാന് കൃത്യമായ കണക്കുകൂട്ടലുകൾ ഉണ്ട്. അതായത് ഇറാൻ
ഇറാന്റെ അധീനതയിലുള്ള ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ജലപാത ഏതെങ്കിലും തരത്തിൽ അമേരിക്ക ഉപരോധിച്ചാൽ, അമേരിക്കൻ നാവികസേന ഉപരോധിച്ചാൽ അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. കാരണം ഇപ്പോൾ